ഹലോ ഗൈസ്, ലില്ലി ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ ഇന്നത്തെ കുറച്ച് അടീനിയത്തിൻ്റെ തൈകളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അടീനിയം ചെടികൾ ഇഷ്ടപ്പെടാത്ത ആരുമില്ല കേട്ടോ. മരുഭൂമിയിലെ റോസ എന്നാണ് അടീനിയം ചെടിയെക്കുറിച്ച് പറയുന്നത്. കാരണം ഈ ചെടിക്കെന്ന് പറയുന്നത് ഈ ചെടി നല്ല മരുഭൂമി എന്ന് പറയുമ്പോൾ അവിടെ നല്ല ചൂടുള്ള സ്ഥലമാണ്. ഏറ്റവും ചൂടുള്ള സ്ഥലമായതുകൊണ്ട് ഈ ചെടിക്ക് വെള്ളത്തിൻ്റെ ആവശ്യം കുറച്ച് മതി. കാരണം ഒരുപാട് ചൂട്, എത്രത്തോളം ചൂട് ഈ ചെടിക്ക് കിട്ടുമോ അത്രത്തോളം ഈ ചെടി പൂക്കൾ കൊണ്ട് നിറയുന്ന ചെടിയാണ് അടീനിയം. ഇപ്പോൾ അടീനിയം ചെടിയാണ് ലോകത്ത് എവിടെ നോക്കിയാലും, ഏത് നഴ്സറികളിൽ ചെന്നാലും ഏത് വീടുകളിൽ ചെന്നാലും അടീനിയം ചെടികളില്ലാത്ത നഴ്സറികളൊന്നുമില്ല കേട്ടോ. ഓർക്കിഡിനേക്കാളും ഇപ്പം പ്രാധാന്യം കൊടുക്കുന്നത് അടീനിയം ചെടികൾക്കാണ്. ഇത് ഞാൻ വിത്ത് പാകി മുളപ്പിച്ചെടുത്ത തൈകളാണ് കേട്ടോ അടീനിയത്തിൻ്റെ. പല വെറൈറ്റി അടീനിയത്തിൻ്റെ തൈകൾ ഇപ്പോൾ നഴ്സറികളിൽ ലഭ്യമാണ്. അപ്പോൾ അടീനിയം ചെടിയെ സ്നേഹിക്കുന്നവർ ഇപ്പോൾ നഴ്സറികളിൽ പോയാൽ അടീനിയം ചെടികൾ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരുപാട് വീട്ടമ്മമാർ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അടീനിയം. അവരുടെ വീട്ടിൽ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ വീട്ടിലിരുന്ന് ഈ അടീനിയം ചെടികളൊക്കെ വളർത്തി അതിൻ്റെ ഒരു ബിസിനസ്സാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടീനിയം ചെടികളെ ഇഷ്ടപ്പെടുന്നവർ ഇത് വാങ്ങിച്ച് നമ്മുടെ വീടുകളിലും നമുക്കതൊരു ബിസിനസ് ആക്കി മാറ്റാം. നമുക്ക് വെറുതെ ഇരിക്കുന്നവർക്ക് ഒരു തൊഴിൽ. ഇപ്പം നമ്മൾ വെറുതെ ഇരുന്ന് സമയം കളയാതെ സീരിയലോ അതൊക്കെ കണ്ട് സമയം കളയാതെ നമുക്ക് ഇതുപോലെ കുറേ ചെടികളൊക്കെ വാങ്ങിച്ച് നമ്മുടെ മനസ്സിനും ഒരു സന്തോഷമാണ്. കാരണം ഇപ്പം അനേകം അമ്മമാർ അടീനിയം ചെടികളൊക്കെ ഇപ്പോൾ നട്ട് വളർത്തുന്നുണ്ട്. കാരണം അവർക്കതൊരു സന്തോഷമാണ്. ഈ ചെടി പൂക്കുമ്പോഴായാലും അത് വളർന്നു വരുമ്പോഴായാലും അത് അവർക്കൊരു സന്തോഷം, മനസ്സിനും അവരുടെ ശരീരത്തിനും ഒരു സന്തോഷമാണ് കേട്ടോ ഈ ചെടി വളർത്തുന്നത്. ഇപ്പോൾ തന്നെ നോക്കുമ്പോൾ അനേകം ക്യാൻസർ രോഗം വന്ന അനേകം അമ്മമാരെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ വേദനകൾ മറക്കുന്നതിന് വേണ്ടി അവർ ചെടി കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അനേകം പേർക്ക് ഈ ചെടികളൊക്കെ നട്ട് വളർത്തി എടുക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷം കിട്ടുന്നു. അവരുടെ രോഗങ്ങൾ, ആ രോഗം എന്ത് വലിയ രോഗമായാലും ആ രോഗം പോലെ അവർ മറക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് മാനസികമായിട്ട് നമുക്കൊരു നല്ലൊരു സന്തോഷം പകരുന്നതാണ് ചെടി. അപ്പോൾ ഈ അടീനിയം ചെടി ഇതിൻ്റെ തൈകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലില്ലി ബ്ലോഗിലേക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് എൻ്റെ വീഡിയോ ഒന്ന് സഹായിക്കണം. പുതിയ വീഡിയോ ആണ്, പുതിയ ചാനലാണ്. നിങ്ങൾ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്ത് ഷെയറും ഒക്കെ ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കണം. കാരണം നിങ്ങളുടെ സഹായം ഇല്ലെങ്കിൽ, പിന്നെ നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് സഹായിച്ചാൽ മാത്രമേ എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. കാരണം എനിക്ക് കിട്ടിയ അടീനിയം ചെടിയുടെ വിത്തിൽ നിന്നും പാകി മുളപ്പിച്ചെടുത്ത തൈകളാണ് കേട്ടോ ഇതൊക്കെ.